നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് ജാഗ്രതാ മുന്നറിയിപ്പ് ശക്തമാവുകയാണ്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ രോഗവ്യാപന സാധ്യത കൂടുതലുള്ളതിനാൽ ഈ 6 മാസം പ്രത്യേക ശ്രദ്ധയും മുൻകരുതലുകളും അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. നിപ്പ വൈറസ് എന്നത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സൂനോട്ടിക് വൈറസ് ആണ്. ഇത് പ്രധാനമായും ശ്വാസകോശത്തെയും നാഡീവ്യവസ്ഥയെയും ബാധിച്ച ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. 1999 മലേഷ്യയിലെ സുങ്കേ നിപ്പ എന്ന ഗ്രാമത്തിലാണ് ഈ വൈറസ് ആദ്യമായി തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഇതിന് നിപ്പ എന്ന പേര് ലഭിച്ചത്. ഈ വൈറസിന്റെ പ്രധാന വാഹകരായി കണക്കാക്കുന്നത് പഴന്തീനി വവ്വാലുകളെയാണ്. പ്രത്യേകിച്ച് ഫ്ലൈയിങ് ഫോക്സ് എന്നറിയപ്പെടുന്ന വവ്വാലുകൾ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാതെയാണ് വൈറസുകളെ വഹിക്കുന്നത്. ഇവയുടെ ഉമിനീർ, മൂത്രം, കാഷ്ടം എന്നിവയിലൂടെ വൈറസ് പുറത്തേക്ക് വ്യാപിക്കുകയും മനുഷ്യരിലേക്ക് പകരുകയും ചെയ്യാം. വവ്വാലുകൾ കടിച്ചതോ പാതി തിന്നോ ഉപേക്ഷിച്ച പഴങ്ങൾ വഴിയും വവ്വാലുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പാനീയങ്ങൾ വഴിയും രോഗം പകരുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. നിപ്പ വൈറസ് ബാധിച്ചാൽ സാധാരണയായി 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. ആദ്യം പനി, തലവേദന, പേശിവേദന തുടങ്ങി ലഘുലക്ഷണങ്ങൾ കാണാം. എന്നാൽ പിന്നീട് മയക്കം, ആശയക്കുഴപ്പം, ശ്വാസം മുട്ടൽ, ഛർദി തുടങ്ങി ഗുരുതര ലക്ഷണങ്ങളിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട്. നിപ്പ വൈറസ് ബാധിച്ചാൽ സാധാരണയായി 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. ആദ്യം പനി, തലവേദന, പേശിവേദന തുടങ്ങി ലഘുലക്ഷണങ്ങൾ കാണാം. എന്നാൽ പിന്നീട് മയക്കം, ആശയക്കുഴപ്പം, ശ്വാസം മുട്ടൽ, ഛർദി തുടങ്ങി ഗുരുതര ലക്ഷണങ്ങളിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അപസ്മാരം, ബോധക്ഷയം പോലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം. രോഗം പകരുന്നത് പ്രധാനമായും രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ്. ചില സാഹചര്യങ്ങളിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. അതിനാൽ രോഗലക്ഷണങ്ങൾ കാണുന്നവരോട് അടുത്തിടപെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന പ്രധാന മുൻകരുതലുകൾ ശ്രദ്ധിക്കാം. വവ്വാലുകളുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. അവയെ ഉപദ്രവിക്കാതിരിക്കുക. വവ്വാലുകൾ കൂടിയിരിക്കുന്ന മരങ്ങൾ നശിപ്പിക്കരുത്. വവ്വാലുകൾ കടിച്ചതോ താഴെ വീണതോ ആയ പഴങ്ങൾ ഒരിക്കലും കഴിക്കരുത്. ഉപയോഗിക്കുന്ന എല്ലാ പഴങ്ങളും നന്നായി കഴുകിയ ശേഷം മാത്രമേ ഭക്ഷിക്കാവൂ. അതുപോലെ വളർത്തുമൃഗങ്ങളെ പരിചരിച്ചതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുന്നത് ശീലമാക്കണം. പനി പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുകയും ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യണം. വീട്ടിൽ ആരെങ്കിലും പനിക്കൊപ്പം തലവേദന, ആശയക്കുഴപ്പം, ശ്വാസം മുട്ടൽ പോലുള്ള ഗുരുതര ലക്ഷണങ്ങൾ കാണിച്ചാൽ വൈകാതെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കേണ്ടതാണ്. നിപ്പ വൈറസ് ഒരു ഗൗരവമുള്ള രോഗമാണെങ്കിലും ശരിയായ ജാഗ്രതയും മുൻകരുതലുകളും സ്വീകരിച്ചാൽ അതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. അതിനാൽ ഈ 6 മാസം നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും ജാഗ്രതയോടെയും പെരുമാറാം.